2024 ജൂലൈ 30 മലയാളി മനസാക്ഷിയെ വല്ലാതെ വേദനിപ്പിച്ച ഒരു ദിവസം. രാവിലെ ഉറക്കമുണർന്ന പലരും വാർത്താമാധ്യമങ്ങൾ തുറന്നപ്പോൾ കേട്ടത് വലിയൊരു ദുരന്ത വാർത്ത. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമലയിൽ ഉരുൾപൊട്ടി. നിരവധി മനുഷ്യർ മരിച്ചു. നിരവധി പേരെ കണ്ടെത്താനുണ്ട്. അങ്ങനെ വാർത്തകൾ വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു. തെല്ലുവേദനയോടെ മലയാളികൾ ആ വാർത്ത കേട്ടുകൊണ്ടേയിരുന്നു. അതിൽ പലരുടെയും ജീവിതം എടുത്തെടുത്ത് പറഞ്ഞു. എല്ലാം നഷ്ടമായി ഒന്നുമില്ലാതെ നിൽക്കുന്ന ചില മനുഷ്യർ ഉണ്ടായിരുന്നു അവിടെ. അവരിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരാളായിരുന്നു നൗഫൽ. ഒറ്റ രാത്രിയിൽ ഭാര്യയും 3 മക്കളെയും അടക്കം കുടുംബത്തിലെ 11 പേരെ നഷ്ടമായ നൗഫലിനെ എല്ലാവരും ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വീടിനും കടയ്ക്കും പിന്നാലെ ഒരു ജീവിത പങ്കാളിയെ കൂടി ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ നൗഫലിന്. ആ വാർത്ത കുറച്ചൊക്കെ സന്തോഷം നൽകുന്നതാണെന്നും മലയാളികൾ ഇപ്പോൾ പറയുന്നു. കഴിഞ്ഞ വർഷം ജൂലൈ 30 വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ നൗഫൽ എന്ന ചെറുപ്പക്കാരന് നഷ്ടമായത് തന്റെ കുടുംബത്തിലെ 11 പേരെയാണ്. ഭാര്യയും 3 മക്കളും വാപ്പയും ഉമ്മയും പ്രിയപ്പെട്ടവരും അടക്കം എല്ലാവരുടെയും ജീവൻ ഉരുളെടുത്തപ്പോൾ ഹൃദയം തകർന്നാണ് പ്രവാസിയായിരുന്ന നൗഫൽ അടുത്ത ദിവസം ജന്മനാട്ടിലേക്ക് എത്തിയത്. ഉഴുതുമറഞ്ഞു കിടന്ന ആ ഭൂമിയിൽ തന്റെ വീടിന്റെ പൊടി പോലും കണ്ടെത്താനാകാതെ തളർന്നിരുന്ന് കരഞ്ഞ ആ മനുഷ്യൻ 1 വർഷത്തിനുമിപ്പുറം വീണ്ടും ജീവിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. തിരിച്ചെത്തിയപ്പോൾ ആകെയുണ്ടായിരുന്നത് ഒരു കല്ല് മാത്രമാണ് വീടിന്റെ സ്ഥാനത്ത്. മുന്നിലത്തെ ഇരുളടഞ്ഞ ദിവസങ്ങളായിരുന്നു പിന്നീട്. പ്രിയപ്പെട്ടവരുടെ വേർപാടിന് ശേഷം നൗഫലിന്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ഇനി എങ്ങനെ ജീവിക്കും? എവിടെ തുടങ്ങണം? എന്തിനു വേണ്ടി ജീവിക്കണം? എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വന്നു. കൂട്ടുകാരും പ്രിയപ്പെട്ടവരും ഒപ്പം നിന്ന ആ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ നഷ്ടമായവരെല്ലാം ഒരുമിച്ച് ഒരു മുറിയിലായിരുന്നു താമസം. ഇപ്പോഴിതാ അവരവരുടെ സ്നേഹപൂർവ്വമുള്ള നിർബന്ധങ്ങൾക്കൊടുവിൽ നൗഫൽ ഒരു പുതിയ ജീവിതം ആരംഭിച്ചിരിക്കുകയാണ്. നൗഫലിന്റെ അകന്ന ബന്ധുക്കളിൽ ഒരാളും അമ്പലവയൽ സ്വദേശിനിയുമായ ഷഫ്നയാണ് നൗഫൽ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസമായിരുന്നു വിവാഹം. അപ്രതീക്ഷിതമായിട്ടാണ് നൗഫലിന്റെ വിവാഹാലോചന ഷഫ്നയ്ക്ക് മുന്നിലേക്ക് എത്തിയത്. ആദ്യമുണ്ടായ അമ്പരപ്പിനൊടുവിൽ പിന്നെ ഷഫ്നയുടെ മനസ്സിലേക്ക് വന്നത് അദ്ദേഹം അനുഭവിക്കുന്ന വേദനകളായിരുന്നു. പിന്നെയെല്ലാം അതിവേഗമായിരുന്നു നടന്നു. ഇപ്പോൾ വൈകുന്നേരങ്ങൾ ജോലി കഴിഞ്ഞ് നൗഫൽ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ചെറുപുഞ്ചിരിയോടെ കാത്തിരിക്കാൻ ഷഫ്നയുണ്ട്. പറയാൻ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും മുന്നോട്ട് നയിക്കാൻ ചെറിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെയുണ്ട് ഇപ്പോൾ ഇവർക്ക്. അതിന് കരുത്തു പകരുന്നത് KNMന്റെ സഹായം കൊണ്ട് ലഭിച്ച ഒരു റെസ്റ്റോറൻറ്റും മസ്കറ്റ് KMCC നൽകുന്ന പുതിയ വീടുമാണ്. 9 വർഷത്തോളം പ്രവാസിയായി ജീവിച്ചിരുന്ന മനുഷ്യനായിരുന്നു നൗഫൽ. ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കുടുംബമായിരുന്നു നൗഫലിനെ മുന്നോട്ട് നയിച്ചിരുന്നത്. സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കാൻ ഒരു ഫോൺ വിളിക്കപ്പുറം അവരുണ്ടല്ലോ എന്ന സന്തോഷവും ആശ്വാസവുമായിരുന്നു ആ മണലാരണ്യത്തിൽ നൗഫലിനെ മുന്നോട്ട് നയിച്ചിരുന്നത്. എന്നാൽ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ അവരില്ല എന്ന സത്യം ഉൾക്കൊള്ളാൻ സമയമെടുത്തിരുന്നു നൗഫലിന്. വിശ്വാസപ്രകാരം കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു നൗഫലിന്റെ പ്രിയപ്പെട്ടവരുടെ ആണ്ട് എത്തിയത്. പ്രാർത്ഥനയും ചടങ്ങുകളും എല്ലാം മനോഹരമായി നടത്തി. ഈ കാലം അത്രയും അറിയുന്നവരും അല്ലാത്തവരുമായ ഒരുപാട് പേരാണ് നൗഫലിനൊപ്പം നിന്നത്. KNMന്റെ സഹായം കൊണ്ട് തുടങ്ങിയ കടയ്ക്ക് ജൂലൈ 30 എന്ന പേരാണ് നൗഫൽ നൽകിയിരിക്കുന്നത്. ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും പ്രിയപ്പെട്ടവർ തന്നെയാണ് ഈ കടയിലും നൗഫലിന് സഹായികളായി ഉള്ളത്. മാത്രമല്ല 8 കുടുംബങ്ങൾക്ക് ജീവിക്കാനുള്ള വഴി കൂടിയാണ് ഈ സ്ഥാപനം. മാത്രമല്ല വീടിന്റെ പണി മുട്ടിൽ പീടികയിൽ പൂർത്തിയായി കഴിഞ്ഞു. അടുത്ത മാസം താമസം മാറാനാണ് തീരുമാനവും. കാലം വായിക്കാത്ത മുറിവുകളൊന്നുമില്ല. പ്രിയ നൗഫലിന്റെ പുതിയ ജീവിതത്തിന് എല്ലാവിധ ആശംസകളുമാണ് മലയാളികൾ ഒരേ സ്വരത്തിൽ നേരുന്നത്. ഒന്നുമില്ലാതെ ഒറ്റയ്ക്കൊരു മനുഷ്യൻ പൊട്ടിക്കരയുന്ന കാഴ്ച കണ്ട മലയാളികൾ അദ്ദേഹത്തിന്റെ പുഞ്ചിരിയും ഇപ്പോൾ കാണുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.